നമുക്ക് ബാലിന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ബാലൻ ഗോമതി സ്റ്റോഴ്സിൽ പോയിരുന്നു ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാലിന് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ബാലിന്റെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകുവാണ്. അനു പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ കൂടെ ഇങ്ങനെ മിന്നിമായാണ്. ആ സമയത്ത് അലോകിന്റെ മുഖം ബാലിന്റെ മനസ്സിലേക്ക് വന്നു. അവൻ പറഞ്ഞത്, കല്യാണം ഉറപ്പിക്കുമ്പോ മിനിമം പെണ്ണിന്റെ മനസ്സെങ്കിലും അറിഞ്ഞിരിക്കണം. പെണ്ണിനോട് താല്പര്യം ഉണ്ടോ എന്ന് ചോദിക്കണം. എന്നിട്ട് വേണം കല്യാണം ഉറപ്പിക്കാനായിട്ട്. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. അപ്പൊ താൻ തോറ്റുപോയി എന്നൊക്കെ ഒരു ചിന്ത ബാലന്റെ മനസ്സിൽ. ബാലൻ അവിടെ ഇരുന്ന് പൊട്ടിക്കരയാണ്. ഈ സമയം അലോകിന് എന്ത് ചെയ്യണമെന്നറിയില്ല. അലോകിന്റെ മനസ്സിൽ കൂടെ അനുവിന്റെ വാക്കുകളാണ്. അതെ, അലോകിനെ ഇത്രയും കാലം ഞാൻ മനസ്സിൽ കൊണ്ടുവന്നിട്ട് പിന്നെ പെട്ടെന്നൊരു ദിവസം വേറൊരു വിവാഹം കഴിച്ച് എനിക്ക് കഴിയാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ അലോകിന്റെ ജീവിതത്തിലേക്ക് വന്നേന്നൊക്കെ അനു പറഞ്ഞത്. അവൾ എന്തൊക്കെയോ മനസ്സിൽ കണ്ടിട്ടുണ്ടോ? അമേരിക്കക്കാരന്റെ മോളം കിട്ടി നല്ല സുഖമായിട്ട് കഴിയാന്ന് വിചാരിച്ചോണ്ടിരുന്ന ആ സമയത്താണ് അവളെ നൈസായിട്ട് തേക്കാന്നും കരുതിയിരുന്ന. പക്ഷെ അതൊന്നും നടന്നില്ല. തന്റെ ആഗ്രഹങ്ങളൊക്കെ എല്ലാം വിഘ്നം വരുത്തിക്കൊണ്ട അവൾ തന്റെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നത്. എന്താ ഏതാന്നറിയില്ല. അവളുടെ മനസ്സിലിരിപ്പ് എന്താണെന്നറിയത്തില്ലോ. അങ്ങനെയൊക്കെ ഓർത്ത് അലോക് ആകെപ്പാടെ തല പുകച്ചോണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കുമാണ് അച്യുതന്റെ വിളി വെച്ച എടാ മോനെ പറഞ്ഞുകൊണ്ട് അച്യുതൻ ഓടി വന്ന് അലോകിനെ കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് അലോകിനോട് പറഞ്ഞു, എടാ മോനെ, നമ്മൾ ജയിച്ചടാ മോനെ. എന്നാലും നിന്നെ കുറിച്ച് ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നീ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരും, വിവാഹം കഴിക്കും എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ഓർത്ത് നീ തള്ളി മറിക്കുന്നതാന്ന്. പക്ഷെ ഇത്ര പെട്ടെന്ന് നീ കാര്യം നടത്തിയെടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അച്ഛാ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. വേണ്ട, നീ കൂടുതലൊന്നും പറയണ്ട, ഞാൻ അങ്ങോട്ടേക്ക് പറയാം. ഇനിയാണ് നമ്മൾ ദേവമംഗലംകാർക്കിട്ട് പണി കൊടുക്കാനായിട്ട് പോകുന്നേ. കുറെ കാലങ്ങളായി ആ ബാലൻ നമ്മുടെ മുന്നിൽ നിന്ന് ഷൈൻ ചെയ്യുന്നേ. അയാൾക്കിട്ട് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ പണിയല്ലേ നീ കൊടുത്തേ. ഇനി നമ്മള് കൃഷ്ണമംഗലം തിരികെ പിടിക്കൂടാ. ഈ കൃഷ്ണമംഗലം ഗോമതിയുടെ പേരിലായിരുന്നല്ലോ. ഇനിയാണ് നിനക്ക് ആ ലോട്ടറി അടിക്കാനായിട്ട് പോകുന്നത്. നീ ധൈര്യമായിട്ട് ഇരിക്കണം മോനെ. ഓ, എന്തൊരു എന്നാ ടെൻഷനായിരുന്നറിയ ഇത്ര സമയം. പക്ഷെ ഇപ്പോഴെനിക്ക് ആ ടെൻഷൻ ഒന്നും ഇല്ലാന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ഓർത്തോണ്ടിരുന്നത് ഇനി എന്തേലും ആട്ടെ, പോയത് പോയി എന്നൊക്കെ വിചാരിച്ചോണ്ടിരിക്കുവായിരുന്നു. അമേരിക്കക്കാരന്റെ മോളെ ഞാൻ മരുമകളായിട്ട് അംഗീകരിക്കാനായിട്ട് തുടങ്ങുമായിരുന്നു. ആ സമയത്താണ് ഇങ്ങനെ ഒരു കാര്യം നടന്നത്. എനിക്ക് എന്താണ് സന്തോഷമായിട മോനെ. അച്ഛാ, അത് പിന്നെ എനിക്ക് നീ കൂടുതലൊന്നും പറയണ്ട. എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി. അച്ഛ, ഇതൊന്നും സത്യമല്ല, കാര്യങ്ങൾ വേറെയാ. പിന്നെ ഒന്നുമല്ല പോലും. എടാ, ഞാൻ നിന്റെ ഫോണിനകത്ത് കുറച്ച് ഫോട്ടോസ് കണ്ട, അത്ര നിങ്ങൾ അടുത്തിട്ടാണോടാ ഇപ്പൊ ഇങ്ങനെയൊന്നും ഇല്ലാന്ന് പറയുന്നത്. ഒന്നും മിണ്ടാതെ പൊയ്ക്ക അവിടുന്ന് എന്നൊക്കെ പറഞ്ഞോണ്ട് അച്ഛൻ കളിയായിട്ട് അവനെ അടിക്കുവാണ്. അപ്പോഴേക്കുമാണ് അനന്തന്റെ വരവ്. അനന്തനെ കണ്ടു കഴിഞ്ഞപ്പത്തിനും അച്ഛനും പെട്ടെന്ന് അനന്തനോട് പറഞ്ഞു, അനന്തേട്ടാ, ഞാൻ ഇവനെ വഴക്കു പറയുമായിരുന്നു. ഇവൻ അങ്ങനെയൊക്കെ ചെയ്തതില്ലേ. അനന്തൻ ഇനിയിപ്പൊ ചീത്ത പറയുന്ന കരുതിയിട്ടാണ് അച്യുതൻ അങ്ങനെയൊക്കെ പറയണേ. അത് കേട്ട് കഴിഞ്ഞപ്പോ അനന്തൻ പറഞ്ഞു, എന്തിനാ അവനെ ചീത്ത പറയണേ? ഞാൻ ഇത്ര സമയം ആലോചിക്കുമായിരുന്നു. അവൻ ചെയ്ത ഒരു നല്ല കാര്യമായിട്ട് എനിക്കിപ്പോ തോന്നേ. ഒന്ന് ആലോചിച്ച് നോക്കിയ അച്യുത, മിത്ര ആര്യന് കൊണ്ടായ സമയത്ത് നമ്മൾ എത്രമാത്രം വേദനിച്ചു. എത്ര ടെൻഷനായിരുന്നു ഈ കുടുംബത്തിൽ എല്ലാവർക്കും. അപ്പൊ അതേ വേദന തന്നെയല്ലേ ഇപ്പൊ ദേവമംഗലംകാരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അനുഭവിക്കട്ടെ, നല്ലൊരു കാര്യം തന്നെയാ ഇവൻ ചെയ്തത്. എടാ ലോകെ, ഇനി നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാണ്. നീ നന്നായിട്ട് ജീവിച്ച് കാണിക്കണം. അതാ ചെയ്യേണ്ടത്. ഇപ്പൊ എനിക്ക് നിന്നെ കുറിച്ച് ഓർത്ത് അഭിമാനം തോന്നടാന്ന് പറഞ്ഞ് അനന്തൻ അങ്ങോട്ട് കയറിപ്പോയി. അച്യുതൻ പറഞ്ഞു, കണ്ടില്ലേ ഏട്ടൻ പറഞ്ഞത്? എടാ, ഇങ്ങനെ വേണം. ഇപ്പഴേ എനിക്ക് നിന്നെ ഓർത്ത് അഭിമാനം തോന്നിയെന്ന് പറഞ്ഞുകൊണ്ട് അലോകിനെ വീണ്ടും കെട്ടിപ്പിടിക്കുകയാണ്. അലോകിന് എന്ത് ചെയ്യണമെന്ന് പോലും അറിയണ്ടായിരുന്നില്ല. ആ സമയം അനുസരിയുടെ അടുത്ത് ഇന്ദിരാമേ, രാജശ്രീയും നന്ദിതയൊക്കെ ഉണ്ട്. രാജശ്രീ പറഞ്ഞു, മോളെ, നിന്റെ മുഖത്ത് ഇപ്പോഴും നല്ല സങ്കടമാണല്ലോ. നിനക്ക് നല്ല ടെൻഷൻ കാണൂല്ലേ? ഇന്ദിരാമ പറഞ്ഞു, അത് പിന്നെ ഇല്ലാതിരിക്കുവോ? ആ മുഖത്ത് നോക്കി അറിയാം. അപ്പോഴേക്കും അനുസരി പറഞ്ഞു, എനിക്ക് വിഷമമൊന്നും ഇല്ല. ഞാൻ അലോകിനെ ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ചല്ലേ, അതുകൊണ്ട് എനിക്ക് ആ ഒരു ടെൻഷനൊന്നും ഇല്ലാന്ന് പറഞ്ഞു. ആ സമയം നന്ദിത പറഞ്ഞു, എന്തായാലും ചെയ്ത് ശരിയായിട്ടുള്ള കാര്യമല്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ തന്നെ ഈ കല്യാണത്തിന് വേണ്ടിയിട്ട് ബാലനും വീട്ടുകാരും എത്ര ലക്ഷങ്ങൾ മുടക്കി. പിന്നെ ആ ചെക്കന്റെ വീട്ടുകാര്. എന്നിട്ട് അവരെയൊക്കെ ചതിച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അലോകിന് ഇഷ്ടമായിരുന്നെങ്കിൽ നേരത്തെ പറയുമായിരുന്നെങ്കിൽ ഇരു കുടുംബങ്ങളും തമ്മിൽ തീരുമാനിക്കില്ലായിരുന്നോ? അല്ലെങ്കിൽ ഇവിടെ ആണെങ്കിലും പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. അത് വേണ്ട പോലെ കൈകാര്യം ചെയ്യുമായിരുന്നല്ലോ. എന്താണെങ്കിലും അവരെയൊക്കെ വേദനിപ്പിച്ച് ഇങ്ങനെ എടുത്തു ചാടി പോകുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല എന്ന് നന്ദിത പറഞ്ഞു. ഒന്ന് പറയായിരുന്നു മുമ്പ്. ആ സമയത്ത് അലോ അങ്ങോട്ടേക്ക് വരുന്നേ. അലോകിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അനുശ്രീ പെട്ടെന്ന് ഓടിച്ചെന്ന് അലോകിന്റെ കയ്യിലേക്ക് പിടിച്ചു. ഈ അലോകിന്റെ ഒരു കാര്യം, അലോക് പെട്ടെന്ന് കൈയൊക്കെ വിടിവിക്കാൻ ശ്രമിക്കുകയാണ്. ഇത് കണ്ടില്ലേ, ഇപ്പോഴും ഇവൻ അഭിനയിച്ചുകൊണ്ടിരിക്കുക. ഇവൻ എന്നോട് പറഞ്ഞ എന്താണെന്നറിയാവോ? ഞാനില്ലെങ്കിൽ ഇവന് ജീവിക്കാൻ പറ്റില്ല. പിന്നെ നിന്നെയും കൂട്ടിക്കൊണ്ട് ഞാൻ വീട്ടിലേക്ക് ചെന്ന് കഴിയുമ്പോൾ വീട്ടുകാർ ചിലപ്പോൾ എന്നോട് നല്ല രീതിയിലായിരിക്കില്ല പെരുമാറുന്നേ.
ഞാൻ അവരോട് ദേഷ്യമൊക്കെ കാണിക്കും. പക്ഷെ നീ അതൊന്നും മൈൻഡ് ചെയ്യണ്ട. നിന്നോടുള്ള സ്നേഹക്കൂടുതലുകൊണ്ടാണ് ഞാൻ അങ്ങനെ കാണിക്കുന്നത്. എല്ലാവരുടെ മുന്നിൽ ഞാൻ നിന്നോട് ദേഷ്യത്തോടു കൂടി സംസാരിക്കും, അങ്ങനെയൊക്കെ ചെയ്യത്തുള്ളൂ. അല്ലാതെ എനിക്ക് അവിടെ പിടിച്ചു വയ്ക്കാൻ പറ്റില്ല എന്നൊക്കെ. അതൊക്കെ അനുവിന്റെ ഒരു നമ്പറുകളായിരുന്നു. അലോകും ഞെട്ടിത്തെറിച്ച് അനുവിനെ നോക്കുവാണ്. ഇതൊക്കെ ഞാൻ എപ്പോഴാ പറഞ്ഞെന്നുള്ള രീതിയിൽ രാജശ്രീ പറഞ്ഞു. ഓഹോ, അപ്പൊ അതാണല്ലേ 2 ദിവസമായിട്ട് നീ ബാക്കിയുള്ളവരോടും ദേഷ്യം കാണിച്ചുകൊണ്ടിരുന്നേ. ഇപ്പോഴല്ലേ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നേ. അനുശ്രീ പറഞ്ഞു. ആ, അതേന്നേ, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അലോകിനെ അത്രയ്ക്ക് ജീവനാ. ഞാൻ അല്ലാതെ ജീവിക്കാൻ പറ്റില്ലെന്നും പറഞ്ഞോണ്ടാ അലോക് പറഞ്ഞേ. അതുകൊണ്ടല്ല ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നത്. ഇല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളെ ഇട്ടിട്ട് എനിക്ക് വേറൊരു വിവാഹം കഴിക്കാൻ പറ്റുമോ? അല്ലേ അലോക്, ശരിയല്ലേ എന്നൊക്കെ ചോദിച്ചോണ്ട് അലോകിന് ഇങ്ങനെ നോക്കുകയാണ്. അലോകിന് ഭ്രാന്ത് എടുക്കുന്ന പോലെ തോന്നി. അലോക് പെട്ടെന്ന് അവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണ്. അനുസരിക്ക് നല്ലതായിട്ട് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഉള്ളിൽ അടക്കിയിട്ടാണ്. അവനെ കടിച്ചു കീറി കൊല്ലാനുള്ള ദേഷ്യമാണ്. പക്ഷെ അതൊന്നും പുറമെ കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പോഴേക്കും നന്ദിത പറഞ്ഞു. എന്തൊക്കെയാണല്ലോ ശരി, ഇപ്പൊ ദേവമംഗലത്തുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കും? അവിടെ ഒരു മരണവീട് പോലെ ആയിരിക്കും എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം അനുവിന്റെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. അനുവിന് വല്ലാത്തൊരു വിഷമമുണ്ട്. അത് പക്ഷെ പുറമെ പ്രകടിപ്പിക്കാൻ പറ്റില്ലല്ലോ. ആ സമയത്ത് ദേവമംഗലത്ത് ബാലനെ ആണെങ്കിൽ ധർമ്മം ഫോൺ വിളിച്ചോണ്ടിരിക്കുക. പക്ഷെ എടുക്കുന്നില്ല. എല്ലാരും മാറി മാറി വിളിച്ചിട്ടും കോൾ എടുക്കുന്നില്ല. എല്ലാവർക്കും നല്ല ടെൻഷനായി. ഇത് എവിടേക്ക് പോയി എന്തായെന്ന് സംഭവിച്ചൊന്നും അറിയത്തില്ല. അപ്പോഴേക്കും ശ്രീദേവി വന്നിട്ട് പറഞ്ഞു. ഒരു കാര്യം ചെയ്യും മാമ, മാമനൊന്ന് പോയി അന്വേഷിച്ച് നോക്കാവോ? അത് ഞാൻ എവിടെയാന്ന് വെച്ച് അന്വേഷിച്ച് നോക്കുന്നേ. ബാലേട്ടനെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞതാ ഞാനും കൂടെ വരാന്ന്. പക്ഷെ സമ്മതിച്ചില്ല. എന്ത് ചെയ്യാനാ? ഇനിയിപ്പം എവിടെയെങ്കിലും പോയി അന്വേഷിക്കാന്ന് പറഞ്ഞു. ആരിനും ആകാശം എല്ലാവരും നല്ല ടെൻഷനിലിരിക്കുക. എവിടെ എന്താന്നും അറിയത്തില്ലല്ലോ. ഗോമതിയാണ് കരച്ചിലോട് കരച്ചിൽ തന്നെ. കുറച്ച് കഴിയുമ്പത്തിനും ബാലൻ അങ്ങോട്ടേക്ക് വന്നു. 4 കാലിലെ വരുന്നത്, മദ്യപിച്ച് ലെക്ക് കിട്ടാ വരുന്നത്. പെട്ടെന്ന് ആരിനും ആകാശം എല്ലാരും കൂടെ ചേർന്ന് ബാലനെ പിടിച്ച് അകത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പത്തിനും ഗോമതിക്കൊന്നും സഹിച്ചില്ല. ബാലൻ വന്ന് കരയാണ് അവിടെ ഇരുന്നിട്ട്. ഇന്ന് സന്തോഷിക്കേണ്ട കുടുംബമായിരുന്നു ഇത്. എല്ലാരും നല്ല സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകണ്ടായിരുന്നു. എന്നിട്ടിപ്പൊ കണ്ടില്ലേ, മരണ വീട് പോലെ ആയി പോയില്ലേ, എല്ലാം നശിച്ചു പോയില്ലേ ഗോമതി എന്നൊക്കെ പറഞ്ഞ് ബാലൻ വീണ്ടും കരയുമ്പത്തേനും ആകാശവും ആരനും ഒക്കെ ചേർന്ന് ബാലനെ മുറിയിൽ കൊണ്ട് കിടത്തുക. ഗോമതിക്ക് സഹിക്കാൻ പറ്റിയില്ല. ഗോമതി നേരെ പൂജാമുറിയിലേക്ക് വന്നു. പൂജാമുറി ചെന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്റെ ഭഗവാനെ, എന്റെ കുഞ്ഞുങ്ങൾക്കും ഈ കുടുംബത്തിനും നല്ലത് വരണമെന്ന് മാത്രമല്ലേ ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ടുള്ളൂ. കൂടുതലായിട്ട് എന്തെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്നിട്ട് എന്താ ഇവിടെ ഇങ്ങനെ? എന്നും രാവിലെയും വൈകുന്നേരം വിളക്ക് വെച്ച് നിന്നെ തൊഴുത് പ്രാർത്ഥിക്കുന്നതല്ലേ ഞാന്. എന്നിട്ട് ഒടുവിലെ കണ്ണീരാണല്ലോ ബലം തന്നത്. ഈ കല്യാണം നല്ല രീതിയിൽ നടക്കണമെന്നൊക്കെ ഞാൻ പറഞ്ഞതല്ലേ, അതും നടന്നില്ല. ഇല്ല, ഇനി ഞാൻ വിളക്ക് വെക്കില്ല. എന്തിനാ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നത്? അതൊക്കെ വെറുതെയാന്ന് എനിക്ക് മനസ്സിലായി. ഇനി ഞാൻ വിളക്ക് വെക്കില്ല. ഈ ഗോമതി നിന്റെ മുന്നിൽ വന്നിങ്ങനെ അപേക്ഷിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഭഗവാനോട് പരാതികളും പരിഭവങ്ങളും പറഞ്ഞ് കരയുവാണ്. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അനുസരി ഒരു ഗ്ലാസ് പാലൊക്കെ ആയിട്ട് അലോകിന്റെ മുറിയിലേക്ക് ചെല്ലുക. അത് കണ്ടു കഴിഞ്ഞപ്പോ അലോകിന് സഹിച്ചില്ല. അലോക് പെട്ടെന്ന് വെച്ച്, എന്താടി നീ ഇവിടെ? ഇറങ്ങിപ്പോടി എന്റെ മുറിയെന്ന് പറഞ്ഞു. ഏ, ഇറങ്ങിപ്പോവാനോ? എന്റെ ഭർത്താവല്ലേ അലോക്, അപ്പൊ ഭർത്താവിന്റെ മുറിയിലല്ലേ ഭാര്യയെ നിൽക്കേണ്ടതെന്ന് ചോദിച്ചു. ദേ മിണ്ടരോ നീ, ഒരു ഭർത്താവ് വന്നിരിക്കുന്നു. എടി, ഞാൻ നിന്റെ ഭർത്താവ് ഒന്നും അല്ലാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാന്നേ? ഈ താലി കണ്ടോ? ഇത് അലോക് കെട്ടിയ താലിയല്ലേ? ദേ, നീ കൂടുതൽ അഭ്യാസം കാണിക്കരുത്. ഞാൻ നിന്റെ കഴുത്തിൽ താലി ആർത്തിയിട്ടില്ല. അത് നിനക്കും അറിയാം, എനിക്കും അറിയാം. എന്നാണ് നീ എന്തിനാടി ഇങ്ങനെ അഭിനയിക്കുന്നേ? ഞാൻ നിനക്കൂട്ടൊരു പണി തരാൻ വേണ്ടിയിട്ട് ചെയ്ത കാര്യങ്ങൾ അതൊക്കെ. പക്ഷെ നീ എനിക്കിട്ട് ഇപ്പൊ തിരിച്ചു പണി തരുവാ ചെയ്തേ. ദേ, എത്രയും പെട്ടെന്ന് തന്നെ മുറിയിൽ നിന്ന് ഇറങ്ങി പോയിക്കോണം. ഉള്ള സത്യങ്ങളൊക്കെ എല്ലാവരും തുറന്നു പറഞ്ഞോണം എന്നും പറഞ്ഞോട്ട് അനുവിനെ അടിക്കാനായിട്ട് കൈ ഓങ്ങുവാണ്. പെട്ടെന്ന് അനു പറഞ്ഞു, അയ്യോ, ഇതെന്താലോ ഇങ്ങനെ കാണിക്കണേ? ഈ പാല് കുടിക്ക്. എന്തേ, പാലും കൊണ്ട് വന്നിരിക്കുന്നു. ഈ പാലിനകത്ത് വല്ല വിഷവും കലക്കിയിട്ടാണോന്ന് ആർക്കറിയാം? ആഹാ, ഞാൻ അലോകിന് വിഷം കലക്കി തരുമോ? അലോക് കുടിച്ചതിന്റെ ബാക്കി പാല് ഞാൻ കുടിക്കേണ്ടല്ലേ? അപ്പൊ ഞാൻ ഇതിനകത്ത് വിഷം കലർത്തുവോ? ഒരിക്കലും ഇല്ല. സംശയമുണ്ട്, ഞാനിത് കുടിച്ചു കാണിക്കാന്ന് പറഞ്ഞ് കുടിച്ചു. അനു അങ്ങോട്ട് കുടിക്കുവാണ്. എടി, നീ കൂടുതൽ നമ്പർ എന്ന് പറയണ്ട, മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയിക്കോ. എടി, എനിക്ക് നിന്നോട് സ്നേഹവും ഇല്ലൊരു മണ്ണാങ്കട്ടയില്ല. പ്രേമം ഉണ്ടെന്നൊക്കെ ഞാൻ വെറുതെ അഭിനയിച്ച ദേവമംഗലത്തെ തകർക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് വേണ്ടിയിട്ട് വല്യച്ഛനോട് നല്ലൊരു ആലോചന കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കോടീശ്വരപുത്രിയെ കല്യാണം കഴിച്ചാൽ സുഖമായിട്ട് ജീവിക്കാന്ന് കരുതി ഞാൻ ഇരുന്നപ്പോഴാ നീ ഇങ്ങോട്ടേക്ക് കയറി വന്നേ. മര്യാദയ്ക്ക് നീ എന്റെ വീട്ടുകാരോട് ചെന്ന് പറഞ്ഞോണം, നിനക്ക് എന്നോട് സ്നേഹമില്ല, ഒന്നുമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ. ഞാൻ ചെന്ന് പറയാനോ? ഞാൻ എന്തിനു പറയണം? ദേ, അലോകിനല്ലായിരുന്നു എന്നോട് ഭയങ്കര പ്രണയം. പ്രണയം മൂത്തിട്ടല്ലേ അലോക് എന്നോട് ഇതൊക്കെ ചെയ്തെന്ന് ചോദിച്ചു. ദേ, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അങ്ങനെയൊന്നും ഇല്ലാന്ന്. അലോകെ, അങ്ങനെയാണെങ്കിൽ പിന്നെ അലോക് തന്നെ ചെന്ന് വീട്ടുകാരോട് പറ, എനിക്ക് അവളോട് പ്രേമൊന്നും ഇല്ലായിരുന്നു, മാപ്പും അവൾ വന്ന് പറയുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ അവളെ അങ്ങോട്ട് വിളിച്ചു വരുത്തിയതാ. പിന്നെ ഞാൻ അവളെ തട്ടിക്കൊണ്ടുപോയി വിവാഹം കഴിക്കാനൊക്കെ ശ്രമിച്ചായിരുന്നു.
ഈ കല്യാണം മുടക്കാനായിരുന്നു എൻ്റെ ഉദ്ദേശം. അതൊക്കെ ഒരു കാര്യം ചെയ്യാം, അലോക് തന്നെ വീട്ടിൽ പറയാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അലോകോട് ഞാൻ പറയണല്ലേ? ആഹാ, അലോകിന് സ്വന്തം വീട്ടിൽ ഇത് പറയാനുള്ള ധൈര്യമില്ലേന്ന് ചോദിച്ചു. എന്തിനു ഞാൻ പറയണം, നീ തന്നെ പോയി പറഞ്ഞാൽ മതി. അനു പറഞ്ഞു, ഞാൻ പറയണമല്ലേ, അത് ഈ ജന്മത്തിലുണ്ടാവില്ലടാ. എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ നീ നോക്കണ്ടെന്ന് പറഞ്ഞു. ഓ, എന്തൊരു ചൂട്. ആ എ സി ഒന്ന് ഓണാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അനു പോയി റിമോട്ട് എടുക്കുവാണ്. അലോകിന് സഹിച്ചില്ല. അലോക് പെട്ടെന്ന് പോയി അവളുടെ കയ്യിലേക്ക് പിടിച്ചു. എന്താടി, നീ ആളെ കളിയാക്കുവാണോ? മര്യാദയ്ക്ക് എന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയിക്കോ, അല്ലേ നിന്നെ ശരിയാക്കും. നീ ചെന്ന് മര്യാദയ്ക്ക് പറഞ്ഞോണം വീട്ടുകാരുടെ ഒക്കെ ഇതൊന്നും അല്ല സത്യാവസ്ഥയെന്ന്. അനു പറഞ്ഞു, കൈയെടുക്കടാന്ന് പറഞ്ഞു. വിടാൻ കൂട്ടാക്കില്ല. പെട്ടെന്ന് അനു ഒരു കത്തി ഇങ്ങെടുത്തു. അലോക് ഒട്ടും പ്രതീക്ഷയില്ല. അത് അവന്റെ കഴുത്തേലേക്ക് വെച്ചു. നീ എന്താ വിചാരിച്ചോണ്ടിരുന്നേ? അങ്ങനെ നൈസായിട്ട് എന്നെ അങ്ങ് തേക്കാന്നോ? കുത്തിയരിയത്തുള്ളൂ. എടി അനു, നീ കഴുത്തിന്ന് കത്തി എടുക്ക. എടാ, ഞാൻ അരിയൂന്ന് പറഞ്ഞ അരിയും. എനിക്ക് വേറൊന്നും നോക്കാനില്ല, അറിയാലോ. അലോക് ആകെപ്പാടെ പേടിച്ചു പോയി. അലോകിന്റെ കണ്ണൊക്കെ മിഴിഞ്ഞു വരുവാണ്. ദൈവമേ, ഇവളെങ്ങാനും ഇനിയിപ്പം തന്റെ കഴുത്ത് കണ്ടിക്കോ എന്നൊരു ചിന്തയായിരുന്നു മനസ്സറിയും. അനുവിന്റെ മുഖം ഇങ്ങനെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ്. അനുവിന്റെ കണ്ണിൽ കൂടെ തീയാ വരുന്നതെന്ന് തോന്നുന്നു. അമ്മാതിരിയാണ് അലോകിനെ നോക്കുന്നത്. അലോക് ഞെട്ടി വരച്ച് നിൽക്കുക. അപ്പൊ അതിന്റെ കഥകളൊക്കെയാണ് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.